പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്കൻഡ് ചാപ്റ്ററിലെ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സിലെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അതിന്റെ തുടർച്ചയായിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മുൻ വർഷങ്ങളിലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. Question number 5. Anil and Sunil commenced business as partners on 1st April 2008. Anil contributed rupees 1,25,000 and Sunil contributed rupees 75,000 as their share of capital. The partners decided to share profit and losses in the ratio of 2:1. Anil was entitled a salary of rupees 1,500 per month. Interest on capital was to be provided at the rate of 6% per annum. The drawings of Anil and Sunil for the year ending 31st March 2009 were rupees 12,000 and 24,000 respectively. The profit of the firm after providing for Anil's salary and interest on capital were rupees 36,000. Drop capital account of partners when capital are fluctuating, capital are fixed. നമുക്ക് തന്നിട്ടുള്ളത് അനിലിന്റെയും സുനിലിന്റെയും പാർട്ട്ണർഷിപ്പിലെ ഇൻഫർമേഷൻസ് ആണ്, പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചും അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അനിൽ ആൻഡ് സുനിൽ 2 പാർട്ട്നേഴ്സ് ആണുള്ളത്. അവര് പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1st April 2018 ആണ്. അനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1,25,000 സുനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 75,000 ആണ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നത്. പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:1. അനിലിന്റെ സാലറി ശ്രദ്ധിക്കുക, rupees 1,500 പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഇയർലി കൺവേർട്ട് ചെയ്യണം. 1,500 into 12 ചെയ്യണം. Then interest on capital to be provided at the rate of 6% per annum. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 6%. ക്യാപിറ്റലിന്റെ 6% ആണ്. ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുള്ളത് എത്രയ്ക്കാണ്? 1,25,000 75,000 ആണ്. അതിന്റെ 6% ക്യാപിറ്റല് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് കണ്ടെത്തണം. ഡ്രോയിങ്സ് നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട് 12,000 24,000. ദെൻ പ്രോഫിറ്റ് ഓഫ് ദ ഫേം, പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആഫ്റ്റർ പ്രൊവൈഡിംഗ് ആണ് തന്നിട്ടുള്ളത്. അനിൽ സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ rupees 36,000. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചും നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതെന്ന്. ഇത് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. ആദ്യം നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എഴുതുന്നത് ബൈ ക്യാഷ്. അവർ കൊണ്ടുവന്നത് എത്രയാണ്? ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് 1,25,000 അനിലും സുനിൽ കൊണ്ടുവന്നിട്ടുള്ളത് 75,000 ആണ്. സാലറി നമുക്ക് വരുന്നത്, അതായത് അനിലിന് വരുന്ന സാലറി 1,500 പെർ മന്ത് ആണ്. 1,500 into 12 അങ്ങനെയാണ് 18,000 ഇവിടെ സാലറി വരുന്നത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% per annum ആണ് നമ്മൾ പറഞ്ഞു. 1,25,000 into 6/100, 75,000 into 6/100. അപ്പൊ നമുക്ക് 7,500 ഇവിടെ എത്ര വന്നു? 4,500 ആണ് വരുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത്, പ്രോഫിറ്റിന്റെ എമൗണ്ട് തന്നിട്ടുള്ളത് 36,000 ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 2:1 ആണ്. പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ആണ്, ഇതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അവർക്ക് കിട്ടുന്ന ഇൻകം ആണ്. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതി നമ്മൾ അനിലിന്റെ, അതായത് ടോട്ടൽ പ്രോഫിറ്റിന്റെ അനിലിന്റെ പോർഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. 36,000 into 2/3 ആണ് അനിലിന്റെ പോർഷൻ വരുന്നത്. സുനിലിന്റെ വരുന്നത് 36,000 into 1/3. അപ്പോൾ 24,000 12,000 ആണ് വരുന്നത്. ദെൻ പിന്നെ വരുന്നത് എത്രയാണ്? എന്താണ്? ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കാണിക്കുന്നു. എത്ര വരുന്നുണ്ട്? 12,000 24,000 ആണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,74,500 91,500 ആണ്. ദെൻ ടോട്ടൽ നമുക്ക് കിട്ടുന്നത്, ടോട്ടൽ എത്ര കിട്ടുന്നത്? 1,74,500 91,500. നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലായിട്ട് വരുന്നത്.
ഡെബിറ്റ് സൈഡിൽ ആകെ ഒരു ഐറ്റം നമുക്കുള്ളൂ, ഏതാണ്? ഡ്രോയിങ്സ് മാത്രമേ ഉള്ളൂ, 12,000 24,000. അപ്പൊ ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാലൻസിങ് എമൗണ്ട് അനിലിന്റെ വരുന്നത് 1,62,500 സുനിലിന് വരുന്നത് 67,500 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, നമ്മൾ ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് വെച്ച് നമുക്ക് രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റൊന്ന് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ ആദ്യമായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എഴുതുന്നത് ഓപ്പണിംഗ് ബാലൻസ്, അതായത് ക്യാഷ് കൊണ്ടുവരുന്നതാണ് എഴുതുന്നത്. 1,25,000 ആണ് അനിൽ കൊണ്ടുവരുന്നത്, സുനിൽ കൊണ്ടുവരുന്നത് 75,000. അത് മാത്രമാണ് നമുക്ക് ആകെ എഴുതാനായിട്ടുള്ളത്. പെർമനന്റ് വിഡ്രോവൽസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എടുത്ത് എഴുതാം. 1,25,000, 75,000. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം ആകെ എഴുതാനുള്ളത് ഏതാണ്? ക്യാഷ്, അവർ ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്ന എമൗണ്ട് മാത്രമാണ് എഴുതാനായിട്ട് ഉള്ളത്. ഇനി നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എഴുതുന്നത് ഏതാണ്? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് ആണ്. ക്യാഷ് അല്ലാത്ത ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എഴുതുന്നത് പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് വരുന്ന ഐറ്റംസ് നമ്മൾ രണ്ട് കോളംസ്, അനിലിനും സുനിലിനും, രണ്ട് പാർട്ട്നേഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്തു. ദെൻ സാലറി വരുന്നത് നമ്മൾ ഓൾറെഡി നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 1,500 into 12, 18,000 ആണ് അനിലിന് വരുന്ന സാലറി. കാരണം അനിലിന് പെർ മന്ത് ആണ്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1,500 എന്ന് പറയുന്നത് പെർ മന്ത്ലി കിട്ടുന്ന സാലറിയാണ് 1,500. നമ്മൾ അത് ഇയർലി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അനിലിന് 18,000 സാലറി വന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ അതും കാൽക്കുലേറ്റ് ചെയ്തതാണ്. 1,25,000 ന്റെ 6% ആണ് 7,500. 75,000 ന്റെ 6% ആണ് 4,500. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുള്ളത് 36,000 ആണ്. അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 36,000 നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അനിലിന്റെ പ്രോഫിറ്റിന്റെ വിഹിതം എന്ന് പറയുന്നത് 36,000 into 2/3. 2/3 എന്ന് പറയാൻ 2:3 ആണ്. 2 + 1 ടോട്ടൽ 3 പോർഷൻ ആണുള്ളത്. അതിൽ 2 പോർഷൻ ആർക്കുള്ളതാണ്? അനിലിനാണ്. അപ്പൊ 2/3 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. സുനിലിന്റെ 36,000 into 1/3 ആണ് 12,000 ആണ് വരുന്നത്. ദെൻ പിന്നെ വരുന്ന ഡെബിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഡ്രോയിങ്സ്. അതും നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട് 12,000 അതുപോലെ തന്നെ 24,000 ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പൊ അനിലിന്റെ കോളം നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നു. അനിലിന്റെ കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 49,500 ആണ് വരുന്നത്. 49,500 ക്രെഡിറ്റ് സൈഡ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ 49,000 രണ്ട് സൈഡിലും എഴുതി. 12,000 ആണ് ആദ്യം ഡെബിറ്റ് സൈഡിലുള്ളത്. അത് 49,500 നിന്ന് 12,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് ബാലൻസ് വരുന്നത് 37,500 ആണ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ദെൻ സുനിലിന്റെ അക്കൗണ്ട് നമുക്ക് എടുക്കാം. സുനിലിന്റെ അക്കൗണ്ട് നമുക്ക് 4,500, 12,000, ദെൻ 7,000, 12,000 രണ്ട് ഐറ്റം ആണുള്ളത്. 4,500 ആൻഡ് 12,000 ആണുള്ളത്. ദെൻ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ, ഡെബിറ്റ് സൈഡിൽ നോക്കുമ്പോൾ 24,000 ഇവിടെ കാണാനായിട്ട് സാധിക്കും. 24,000 ഡെബിറ്റ് സൈഡിലുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് 4,500 12,000 ആണ്. അപ്പൊ നമുക്കറിയാം ഡെബിറ്റ് സൈഡ് ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. 24,000 നമ്മൾ രണ്ട് സൈഡിലും എഴുതി. 24,000 നിന്ന് ഇത് രണ്ടും ആഡ് ചെയ്ത എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വരുന്ന എമൗണ്ട് എന്താണ്? 7,500 ആണ് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, 7,500 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരു ക്ലോസിംഗ് ബാലൻസ് ആയിട്ടാവുന്ന അനിലിന്റെ ഡെബിറ്റ് സൈഡിലും സുനിലിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. അനിലിന്റെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് 37,500, സുനിലിന് വന്നിട്ടുള്ളത് 7,500 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചും പ്രോബ്ലം ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ നന്നായിട്ട് നിങ്ങൾ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ഒരുപാട് എക്സസൈസുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതും ഒരുപാട് പ്രോബ്ലംസ് ഇതേ മെത്തേഡിൽ തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതലായിട്ടുള്ള പ്രോബ്ലംസും ചെയ്യാം. 6th one, R and S started business on 1st January 2009. ആറും എസും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 2009 On 1st January 2012, R had a capital balance of rupees 80,000. ജനുവരി 2012 ആയപ്പോൾ ആറിന്റെ ക്യാപിറ്റൽ ബാലൻസ് 80,000ഉം എസിന്റെ
capital 60,000 ആണ്. According to partnership deed, interest on capital and drawings are 12% and 10% respectively. Interest on capital വരുന്നത് 12%, drawings വരുന്നത് 10% ആണ്. R and S are to get rupees 2,000 and 3,000 as salary per month. Monthly salary ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആറിന് കിട്ടുന്ന monthly salary 2,000 ഉം എസിന് കിട്ടുന്നത് 3,000 ഉം ആണ്. The profit for the year ending 31st December 2012 before making the above appropriation rupees 1,300,000. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള അപ്രോപ്രിയേഷൻ എമൗണ്ട് 1,300,000 ആണ് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് തന്നിട്ടുള്ളത് 1,300,000 ആണ്. ഡ്രോയിങ്സ് ഓഫ് ആർ ആൻഡ് എസ് were rupees 40,000 and 50,000 respectively. ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? ഡ്രോയിങ്സ് ഓഫ് ആർ ആൻഡ് എസ് ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുള്ളത് 40,000 ഉം അതുപോലെ തന്നെ എന്താണ് 50,000 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് amounted to 2,000 and 2,500. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുള്ളത് 2,000 ഉം അതുപോലെ തന്നെ 2,500 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് assuming that capital are fluctuating. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:3 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:3 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒന്നുകൂടി നമുക്ക് പറയാം. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ നമുക്ക് പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. കൂടാതെ ആറിന്റെയും എസിന്റെയും സാലറി തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പ്രോഫിറ്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനും അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തയ്യാറാക്കണം. നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കാനാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം എഴുതുന്ന ഐറ്റം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ് എഴുതാറുള്ളത്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ എഴുതുന്നത്. അപ്പൊ ഇവിടെ വരുന്ന പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1,300,000 ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? ആറിന്റെ 2,000 ഉം എസിന്റെ 2,500 ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഫേമിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അത് എഴുതുന്നത്. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിൽ നിന്ന് പോവാം. ഡെബിറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഫേമിനെ സംബന്ധിച്ച് വരുന്ന എക്സ്പെൻസസ് ആണ്. സാലറി എത്രയാണ്? ആറിന്റെ മന്ത്ലി സാലറി നമുക്കറിയാം 2,000 ആണ്. 2,000 into 12 24,000 ആണ് വരുന്നത്. 24,000 ആണ് ആറിന്റെ ഇയർലി സാലറി വരുന്നത്. എസിന്റെ മന്ത്ലി സാലറി നമുക്കറിയാം 3,000 ആണ്. 3,000 into 12 36,000 ആണ് എസിന് വരുന്ന ഇയർലി സാലറി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 80,000 തന്നിട്ടുണ്ട്. പെർസെന്റേജ് നമുക്കറിയാം ഇൻട്രസ്റ്റ് 12% ആണ്. അപ്പൊ 80,000 into 12/100 9,600. എസിന്റെ വരുന്നത് 60,000 into 12/100 7,200. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് അറിയാം. നമ്മൾ എഴുതി 9,600 7,200 എഴുതി. ദെൻ പ്രോഫിറ്റ് ഇനി നമുക്ക് വരുന്നത് ബാലൻസ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്കത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യാം. അപ്പൊ ഇത്രയും ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു സാലറി വന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നു. ക്രെഡിറ്റ് സൈഡിൽ വന്നത് നെറ്റ് പ്രോഫിറ്റ് വന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നു. ഇനി അതിന് ശേഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് വരുന്നത് 1,04,800 ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലുള്ളത്. ബാക്കി നമ്മൾ ഐറ്റംസ് സാലറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതിനെ നമ്മൾ 1,04,800 നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ബാലൻസിങ് എമൗണ്ട് 28,000 ആണ്. 28,000 ആണ്. ഈ 28,000 നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആറിന് എത്ര ഡിവൈഡ് ചെയ്യണം, എസിന് എത്ര ഡിവൈഡ് ചെയ്യണം നമ്മൾ എങ്ങനെയാ നോക്കുക? നമുക്ക് അതിൽ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത് 4:3 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ നമുക്ക് വരുന്ന ടോട്ടൽ 28,000നെ 4:3 അതായത് 4/7 ആണ്
ആറിന് വരിക. 4:3 എന്ന് പറയുമ്പോൾ 4+3. അപ്പോൾ 28,000 into 4/7 എസിന്റെ എത്ര വരുന്നത് 28,000 into 3/7 ആണ് വരിക. അങ്ങനെ ടോട്ടൽ 28,000 ആണ് നമുക്ക് എന്ത് വരുന്നത് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 28,000 നമ്മൾ ആറിന്റെ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും എസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ടോട്ടൽ വരുന്നത് 1,04,800. ഓക്കെ, ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചിരുന്ന വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഫേമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലുള്ളത് എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിലുള്ളത് എന്താണ് ഇൻകം ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? ആകെ ഒരു അക്കൗണ്ട് മാത്രമാണ് അവിടെ പ്രിപ്പയർ ചെയ്യുക. എന്താണത്? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ നമുക്ക് വരുന്ന ഓപ്പണിംഗ് ബാലൻസ് ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 80,000. ക്യാപിറ്റൽ അക്കൗണ്ട് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ബാലൻസ് എമൗണ്ട് ഓപ്പണിംഗ് ആയിട്ട് കാണിക്കുക. 80,000 ആണ് ആറിന് വരുന്നത്. എസിന് 60,000 വരുന്നു. ദെൻ സാലറി, അതായത് പാർട്ട്നേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുമ്പോൾ ഇതെന്താണ്? ക്രെഡിറ്റ് സൈഡിൽ വരുന്നതെല്ലാം പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് എന്താണ്? ഇൻകം ആണ്. ഡെബിറ്റ് സൈഡിലുള്ളത് എക്സ്പെൻസസ് ആണ്. ഓക്കെ, നേരെ റിവേഴ്സ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നേരെ റിവേഴ്സ് ചിന്തിച്ചാൽ മതി. ഡെബിറ്റ് സൈഡിലുള്ളത് ഇവിടെ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിലുള്ളത് ഇവിടെ ഇൻകം ആണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടില്. ദെൻ സാലറി എത്രയാണ് വരുന്നത്? സാലറി വരുന്നത് 24,000 ഉം 36,000 ആണ് സാലറി വരുന്നത്. അപ്പൊ സാലറി എന്ന് പറയുന്നത് 2,000 into 12/100. 2,000 into 12. 12/100 ഇല്ല, 2,000 into 12. Then 3,000 into 12. അങ്ങനെ 24,000 ഉം 36,000 ഉം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ അതിന്റെ കാൽക്കുലേഷനും കണ്ടു കഴിഞ്ഞതാണ്. 80,000 into 12/100 ആണ് 9,600. Then 60,000 into 12/100 ആണ് 7,200. Then profit and loss appropriation നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 28,000 എന്ന് പറയുന്ന പ്രോഫിറ്റിനെ നമ്മൾ 4:3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഡെബിറ്റ് സൈഡിൽ. അപ്പൊ അങ്ങനെ വരുന്ന 60,000 പ്രോഫിറ്റും ആറിന്റെ 12,000 പ്രോഫിറ്റും നമ്മൾ ഈ പാർട്ട്നേഴ്സിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ആ വരുന്ന പ്രോഫിറ്റ് നമ്മൾ ഇവിടെ എഴുതി. ദെൻ ഇനി വരുന്ന എക്സ്പെൻസസ്, പാർട്ട്നേഴ്സിന് എന്തെല്ലാം എക്സ്പെൻസസ് വരുന്നു അതൊക്കെ നമ്മൾ എന്തിവിടെ കാണിക്കണം? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഡ്രോയിങ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഡ്രോയിങ്സിന്റെ എമൗണ്ട് എത്രയാണ്? 40,000 ആണ് തന്നിട്ടുള്ളത്. ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40,000. ദെൻ 50,000. 40,000 എഴുതി, ദെൻ 50,000 എഴുതി. പിന്നെ തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതും നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട് 2,000, 2,500. ഇത്രയും ഐറ്റംസ് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആറിന്റെ ടോട്ടൽ വരുന്നത് 1,29,600 ഉം എസിന്റെ ടോട്ടൽ 1,15,200 ഉം ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലായിട്ടുള്ളത്. നമ്മളത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 87,600. ആർക്ക് വരുന്നത്? ആറിന് വരുന്നത്. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ എസിന് വരുന്നത് 62,700. ടോട്ടൽ നമ്മൾ രണ്ട് സൈഡിലും എടുത്തെഴുതാം. ഇങ്ങനെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം തയ്യാറാക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിങ്ങൾ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ എല്ലാവരും ചെയ്ത് പഠിക്കുക നന്നായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.